ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഞാൻ വളരെ പ്രതീക്ഷിക്കാണ്ട് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതെൻ്റെ വീക്കെൻഡിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. യൂഷ്വലി എനിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ഉണ്ടാവും. നിക്കിക്ക് സാറ്റർഡേയും കൂടി വർക്കിംഗ് ആണ്. സോ ഞാൻ ഓർത്തു ഒരു വീക്കെൻഡിൽ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് എന്താണ് ഇന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന്. സോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു. എൻ്റെ ഡേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ല ചായ കുടിച്ചിട്ടായിരിക്കും. ഞാൻ ചെറിയ കഫീൻ അഡിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. സോ ഞാൻ ഏലക്ക ചായയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏലക്ക ഇട്ട ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി നിക്കിക്കുള്ള ചായ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ചായ കുടിച്ചു. നിക്കി കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ എഴുന്നേറ്റ് വരത്തുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ ഓർത്തു ഒരു നല്ല ചായയോടുകൂടി ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് ഞാനെടുത്ത ഒരു നല്ലൊരു ഡിസിഷനാണ് ജേർണലിങ്. സോ ഞാനൊരു നല്ലൊരു ക്യൂട്ട് ജേർണലൊക്കെ ഓർഡർ ചെയ്തിട്ട് ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട്. പക്ഷെ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്ക് ലൈഫിൽ കുറേ ഗോൾസും എയിമും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാനപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണിത്. ഇതൊക്കെ കേട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്ത് പതുക്കെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പക്ഷെ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇത് 3 നമുക്ക് സെറ്റാക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാമെന്ന്. അങ്ങനെ നമുക്കെല്ലാവർക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ നമ്മളിങ്ങനെ വിശന്ന് വരുമ്പോൾ വേണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പുമാവ്. ഹോസ്റ്റലേഴ്സിനൊക്കെ ഭയങ്കര കണ്ണെടുത്ത കളിയുള്ള ഐറ്റം ആയിരിക്കും ഇത്. പക്ഷേ നിങ്ങളൊക്കെ ഒരു ഫാമിലി ലൈഫിലേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ കിച്ചണിലെ ഒരു മെയിൻ ഐറ്റം ആയിരിക്കും ഈ സാധനം. സോൾട്ട് മാംഗോ ട്രീ എന്നൊക്കെ പറയും, ഉപ്പുമാവ്. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം ഇനി നിക്കിനെ വിളിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇതിരുന്ന് കഴിക്കാൻ. സോ ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നിക്കിനെയും വിളിച്ചുണർത്തി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ലഞ്ചിലേക്ക് കടക്കണം. പക്ഷെ കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ബുക്ക് വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബുക്കൊക്കെ വായിക്കും. ഇതും എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെയാണ്. ഇതിന് ശേഷം നമുക്ക് ലഞ്ചിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ചോറും കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. സോ ചിക്കനും അങ്ങ് ഫ്രൈ ചെയ്ത് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. സോ ചിക്കനിൽ നല്ല പ്രോട്ടീനാണല്ലോ, പിന്നെ മുട്ടയിലും നല്ല പ്രോട്ടീനാണ്. സോ അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതും എൻ്റെ എഗ് ടൊമാറ്റോ ബുർജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിഷുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നല്ലതായിട്ട് വന്ന ഒരു ഐറ്റമാണ്. സോ അതും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ കേടും. ഇത്രയുമാണ് എൻ്റെ ഒരു ലഞ്ചിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ. സോ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാനുള്ള സമയമായി. നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിനിടയിൽ വളരെ ചെറിയ ടൈം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ലഞ്ചൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. സോ ഗൈസ്, ഇപ്പം 4 മണിയായി. നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ജിമ്മിലേക്കാണ്. നമുക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. കാരണം ഐഡൻറ്റിറ്റി മൂവി റിലീസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സോ നല്ല പടമാണ്, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ പടത്തിന് പോകാമെന്ന് കരുതി. പക്ഷേ പടത്തിന് പോകണമെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിലെ ടൈമിങ് നമ്മൾ 7 to 8 ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പടത്തിന് പോയാൽ അത് മിസ്സായി പോകും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ജിമ്മിൽ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മളൊരു 4 മണിയായപ്പോൾ നേരെ ജിമ്മിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ എന്താ, ഒരു ഈച്ച പോലും ഇല്ല, നമ്മൾ മാത്രം. എല്ലാ എക്യുപ്മെൻറ്റ്സും ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്.
അല്ലെങ്കിൽ 7 മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കണം, ഒരാൾ മാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ. സോ എന്നാലും ഇന്ന് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കി ഡേയ്സൊക്കെ നമുക്ക് ഓഫീസ് ഉള്ളതുകൊണ്ട് ഈ ടൈമിൽ എന്തായാലും വരാൻ പറ്റില്ല. സോ ഞാൻ കരുതി ഇപ്പോൾ എന്തായാലും ആരും ഇല്ലല്ലോ, അപ്പോൾ നല്ല ആത്മാർത്ഥമായി ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് എനിക്ക് ലെഗ് ഡേ ആണ്. സോ ലെഗ് ഡേ നമ്മൾ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ വാമപ്പ് ചെയ്യാമെന്ന് കരുതി ഞാൻ കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് ട്രെഡ്മില്ലിലൊക്കെ വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മെയിൻ എക്സസൈസിലേക്ക് കടക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ഹാപ്പി ആയിട്ട് പോയി സിനിമ കാണാം. സോ ജിമ്മിൽ പോയി വന്ന് ഒരു കുളിയും കൂടി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിനേക്കാളും നല്ലൊരു ഐറ്റം വേറെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു വേഗം ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം തന്നെ അണിഞ്ഞൊരുങ്ങി നേരെ നമുക്ക് സിനിമയ്ക്ക് വിടാമെന്ന്. അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. നൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ പ്രത്യേക ഇനി റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ട് റെഡിയായി സുന്ദരിയായിട്ട് വരാം.
മുഖ്യമന്ത്രി അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം വളരെ ശുഭമായി തന്നെ അവസാനിച്ചു. നല്ല മൂവിയായിരുന്നു ഐഡൻറ്റിറ്റി, എല്ലാവരും പോയി കാണണം. സോ ഇന്ന് ഒരു റാൻഡം ഡേ ആയിട്ടും നമുക്ക് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. നമ്മൾ ജിമ്മിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. സോ അടിപൊളിയായിരുന്നു. എന്തായാലും ഇനിയും ഞാൻ എൻ്റെ ലൈഫിലുള്ള മോർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരാം. So if you guys like my videos, do like, share and subscribe to my YouTube channel. Stay tuned. Bye bye. Good night.